ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വീഡിയോസിൽ കാണിക്കുന്നത് കുറച്ചൊരു വീഡിയോസാണ്. അത്താഴത്തിനൊക്കെ എണീച്ച് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉണർന്ന് നീച്ചാണേ. അപ്പോൾ നീച്ചിക്കാണ്ട് ഇരിക്കുകയാണ് കുറച്ച് നേരം. ഇങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലായിരുന്നു നോമ്പ് തുറന്ന്. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് ആകാതെ നീച്ചതാണ്. അവർക്കും കൂടി ശല്യമുണ്ടല്ലോ, ഓല ഇറങ്ങിക്കോട്ടെ എത്തിക്കാണ്ട് അവിടെ നിന്ന് നീച്ച് പുറത്തിരുന്ന് കുറച്ച് നേരം കാലൊഴിച്ച് പിന്നെ ബ്രഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആരും എണീച്ചിട്ടൊന്നുമില്ല, ഓലൊക്കെ ഉറങ്ങി തന്നെയാണ്. സമയം 6:15 കഴിഞ്ഞു. ആ സമയമാണ്. അപ്പോഴാണ് ഞാൻ ബ്രഷ് ചെയ്യുന്നത്. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് ആസ്വദിച്ച് ബാക്കിൽ റബ്ബർ തോട്ടമാണ്. അവർ തന്നെയാണ് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ തോട്ടം തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ബ്രഷ് ചെയ്യാണ്. ആരും എണീച്ചിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കേ എണീച്ചിട്ടുള്ളൂ. അപ്പോൾ വേഗം അലക്കുകയാണ്. ബ്രഷൊക്കെ ചെയ്ത് ഇപ്പോൾ വേഗം അലക്കിയിട്ടാൽ ബാക്കിയുള്ള പണി വേഗം തിരുമ്പി കുളിച്ച് കണ്ട് വേഗം ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോരാ കരുതിക്കാണ്ട് വേഗം തിരുമ്പി കുളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എണീക്കുമ്പോഴത്തിന് തിരുമ്പി കുളിക്കുന്നതിന് മുന്നേ മിറ്റടിച്ച് വരണം. നോമ്പാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ കഴിഞ്ഞാൽ അവനാൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ ഒന്നും പണിയെടുക്കാതെ ഞാൻ സമാധാനിക്കേടല്ലേ. അപ്പോൾ ഞാൻ അലക്കിയിടുകയാണ് കേട്ടോ. അതൊക്കെ വേഗം അലക്കിയിട്ട് എൻ്റേത് മാത്രമായിട്ട് ഇന്നലെ ഇട്ട് പോകുന്നത് മാത്രമാണ് അലക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ചൂല് കുറേ തിരഞ്ഞിട്ട് കണ്ട് മുറ്റത്ത് കൊണ്ടുവന്നിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ തിരുമ്പി തോര ഇടുകയാണ്. അങ്ങനെ കാൽമേലുള്ള ചെരുപ്പൊന്നും നോക്കണ്ട കേട്ടോ ആരും. അപ്പോൾ അവിടെയുള്ള കിട്ടിയ ചെരുപ്പ് എടുത്തിട്ടതാണ് കേട്ടോ, മുത്തമ്മൻ്റെ മക്കളതൊക്കെ. എനിക്കല്ലെങ്കിലും വലിയ ചെരുപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. വലിയ ചെരുപ്പ് ഇടുമ്പോൾ കുട്ടികളുണ്ടാവില്ല ചെറുപ്പത്തിലൊക്കെ വലിയ ചെരുപ്പ് ഇട്ട് നടക്കുന്നത്. അതുപോലെയാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോഴും കുട്ടിക്കാലമായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചു കേട്ടോ. ചിലപ്പോൾ ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആലോചിച്ചും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ തിരുമ്പൽ അവനാൻ്റെ കാര്യമൊന്നും നോക്കണ്ടല്ലോ, അതൊക്കെ ആലോചിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ മൂത്താപ്പ ക്യാമറയുടെ മുന്നിൽ കൂടെ നടന്നിക്കണേ. അതിനറിയില്ല കേട്ടോ ഞാൻ ക്യാമറ വീഡിയോ എടുക്കണ്ടോന്നൊന്നും. അത് എണീച്ച് കണ്ട് അതിൻ്റെ പറമ്പൊക്കെ പോവുകയാണ് കേട്ടോ. സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞിക്കാണ്ട് പള്ളിയിൽ നിന്ന് വന്നുകാണ്ട് അതിൻ്റെ പാടത്തൊക്കെ പോവുകയാണേ. അപ്പോഴാണ് എന്നോട് പറഞ്ഞിട്ട് തിരുമ്പി കുളിച്ചാന്ന് വെച്ചാൽ ഇത്ര നേരത്തെ നീച്ചത് എന്നൊക്കെ ചോദിച്ചിരിക്കണേ. അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മുറ്റത്തെ ചൂല് കൊണ്ടുവന്നിട്ട് ഇനി അടിച്ചു വരാൻ നിൽക്കുകയാണേ. അടിച്ചു വരിയിട്ട് വേണം. അപ്പോൾ ഈ റബ്ബറിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് കുറേ ഇലകളുണ്ടാവും ഇഷ്ടം പോലെ. അപ്പം ഇങ്ങനെ കുറേ അടിച്ചു വരാനുണ്ട് കേട്ടോ. എനിക്കാലും നീങ്ങന്നല്ല. അപ്പോൾ അടിച്ചു വരികണ്ട് എന്തെങ്കിലും സഹായം ചെയ്യണ്ടേ നമ്മളും. അപ്പോൾ മിറ്റടിച്ചു വരാനാണ്. കുറച്ച് നേരത്തെ മിറ്റടിച്ചു വരി. ആരും നീച്ചാത്തതുകൊണ്ട് ആരും സംസാരിക്കാനുമില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തിരുമ്പലും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് മിറ്റടിച്ചല് കഴിഞ്ഞ് അങ്ങനെ പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വണ്ടിക്കാരനെ അടുത്തുള്ള ഒരു കാക്കാനെ ഏൽപ്പിച്ച്. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാക്ക് പോണതിന് മുന്നേ ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞ കാക്ക. അപ്പോൾ അമ്മമാരുടെ അനിയത്തിൻ്റെ വീടിന് മുന്നിലെത്തിയിട്ടോ. അപ്പോൾ അവിടുന്ന് ഓല വീട് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വീട് കേട്ടോ, അമ്മമ്മൻ്റെ അനിയത്തിൻ്റെ വീട് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് മുന്നിൽ കൂടെയാണ് വണ്ടിയായിട്ടും പോവലൊക്കെ. അതൊരു റോഡിൻ്റെ വക്കത്തേന് കേട്ടോ പേരാ വീട്. അപ്പം നല്ല സുഖമാണ് നമ്മളെ വണ്ടി പോണതും ഒക്കെ കണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം, വെയിൽ അടിച്ച് കഴിഞ്ഞാൽ പെരും ചൂടാണ്. നോമ്പൊക്കെ നോറ്റാൽ ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ അവിടുന്ന് വന്ന് ഇവിടെ കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ വൈകുന്നേരത്തിന് പത്തിരി ഉണ്ടാക്കുകയാണ്. എളാമ പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും സഹായത്തിന് കൂടി കൊണ്ടുവന്നാണ്. അങ്ങനെ ഞാൻ സഹായത്തിന് കൂടി കൊടുക്കുകയാണ്, പത്തിരി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ പത്തിരി ഉണ്ടാകുമ്പോൾ ഓരോ പ്രകൃതി ആസ്വദിച്ചൊക്കെയാണ്. അടുക്കളയിൽ നിന്നായാലും നമുക്ക് റോഡുമ്പോൾ നോക്കിയിരിക്കാം.
അപ്പോൾ ഉമ്മമ്മേൻ്റെ അനിയത്തി ചോദിച്ചിട്ടുണ്ട് എനിക്ക് ബുദ്ധിമുട്ടായ പോനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏയ് ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ട്, നമ്മളിപ്പോൾ എടുക്കണ്ടേന്നല്ലേ എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ പണി. അതിനോട് വർത്താനം പറയുകയാണേ. വീഡിയോസിൽ അതിനെ പെടുത്തണില്ല. അങ്ങനെ പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞ അടുപ്പത്ത് ചോറിനുള്ളതും കൂടി വെച്ചാളാന്ന് പറഞ്ഞു. ആ ചോറിനുള്ള വെള്ളം വെച്ച് എന്താ ഇപ്പോൾ വെള്ളം തിളക്കണുണ്ടപ്പോൾ അരി കഴുകുകയാണ്. മഞ്ഞ മാക്സിയാണ്. അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ റോഡിൻ്റെ പക്കത്തതിന് വെയിലും ചൂടാണ്. അപ്പോൾ മാക്സി എടുത്തിട്ടതാണ്, ചുരിദാറൊക്കെ മാറ്റി മാക്സി ഇട്ടതാണ്. ഇളാമാൻ്റെ മാക്സി തന്നെയാണ്, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ. അപ്പോൾ മാക്സി ഇട്ട് ഉമ്മമ്മ അപ്പോൾ ഇപ്പോഴൊക്കെ ഉറങ്ങുകയാണ്. ഉച്ചക്കുള്ള ഉറക്ക് ഉമ്മമാക്കുണ്ടേ. അങ്ങനെ ഉമ്മമ്മ ഉറങ്ങുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അയലുമെന്ന് ഡ്രസ്സ് എടുത്ത് കൊണ്ടുവന്ന് എന്താ മടക്കി വെക്കുകയാണ് കേട്ടോ. അയലുമെന്ന് ഡ്രസ്സൊക്കെ ഉമ്മമ്മ എടുത്ത് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ല ഉറങ്ങി നീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഉമ്മമ്മ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ മടക്കി വെക്കുകയാണേ. ഉമ്മമാക്ക് എന്താ ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഉമ്മമ്മയുടെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇന്ന് സലാത്ത് മൂല്യന്മാരെ ക്ലാസ് കേൾക്കുകയാണ് കേട്ടോ ഉമ്മമ്മ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഇതൊക്കെ എടുത്ത് വെക്കുകയാണ്. നേരെ 5:30-6 മണി ആയിക്കണേ. അപ്പോൾ അതിന് ഇളാമ്മ അവിടെ സാധനങ്ങളൊക്കെ ഫ്രൂട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നന്നാക്കുകയാണ് കേട്ടോ. ഇളാമാൻ്റെ അവിടെ സ്പെഷ്യലായിട്ട് എന്താ വെച്ചാൽ സമൂസ, പത്തിരി ഇതൊക്കെ തന്നെ. അപ്പം ഉമ്മ അപ്പുറത്ത് നിന്ന് മൂലയുടെ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ഗ്യാസിൽ തരിക്കഞ്ഞിണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖം തന്നെയല്ല. അടുത്ത വീഡിയോയുമായി ഞാൻ വരും, പുതിയ വീഡിയോയുമായിട്ടോ. ഇതാ കുറച്ചൊക്കെ നോമ്പ് തുറക്കുള്ളതൊക്കെ ഉണ്ടെന്ന് ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തേ. കുറച്ച് വീഡിയോ നോക്കാം. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ബാങ്കൊക്കെ കൊടുത്ത് മരിബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പ് തുറക്കുക കേട്ടോ. ഞാനും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ്. അപ്പോൾ നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ. പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വാച്ച് ചെയ്യണം. ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോസൊക്കെ കുറച്ച് വീഡിയോസാണ്, ഷോർട്ട് കുറച്ച് മാത്രം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയുമായി വരാം. ഓക്കെ.